കാലവർഷത്തിൽ തകർന്ന മതിലിടിഞ്ഞ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീട് തകർച്ചാ ഭീഷണിയിൽ. കൊളച്ചേരി പഞ്ചായത്തിലെ ചേലേരി നൂഞ്ഞേരി സങ്കേതത്തിലെ സുശീലയുടെ വീടാണ് ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിലുള്ളത്. തകർച്ചാ ഭീഷണിയെ തുടർന്ന് വീട് നിർമ്മാണം നിർത്തിവെച്ചു. സർക്കാരിന്റെ കരുതലിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് അടുക്കുകയായിരുന്നു ചേലേരി നൂഞ്ഞേരിയിലെ അരിങ്ങളയൻ സുശീല. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂഞ്ഞേരി ഹൗസിംഗ് സങ്കേതത്തിൽ വീട് നിർമ്മാണം പകുതിയിലധികം പൂർത്തിയായി. 2 വർഷം മുമ്പാണ് വീട് നിർമ്മാണം തുടങ്ങിയത്. കോൺക്രീറ്റ് അടക്കം കഴിഞ്ഞ് ഈ വർഷം മഴയ്ക്ക് മുമ്പ് തന്നെ താമസം തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കാലവർഷം എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. സുശീലയുടെ വീടിന്റെ ഭിത്തിയുടെ ഏതാണ്ട് 2 മീറ്ററിന് അടുത്തുവരെ ഇടിഞ്ഞു. ഭയാനകമായ അവസ്ഥയിലാണ് നിലവിൽ വീടുള്ളത്. ഈ വീടിന് മുന്നിൽ തളർന്നിരിക്കുകയാണ് സുശീല. തനിക്ക് വീടെന്ന സ്വപ്നം പകർന്ന അതേ സർക്കാർ സംവിധാനത്തിന്റെ അശ്രദ്ധ കാരണം ഈ വീട് തന്നെ ഇല്ലാതാകുമോ എന്നതാണ് ആശങ്ക. പൊട്ടിയ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് വീട് തന്നെ തകരുമെന്ന് സുശീലയുടെ മകൻ വൈശാഖ്. കഴിഞ്ഞ ജൂലൈ മഴക്ക് ഇത് ഇവിടെ ആദ്യം കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കെട്ട് പൊട്ടി താണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും ബ്ലോക്കിലും എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്നൊരു ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ട്. അപ്പോൾ രാത്രി ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മിഞ്ഞാന്നൊരു മഴ പെയ്താലും നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഇത് പോയി പോകുന്നുള്ളത്. അപ്പോൾ ഇനി ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം വീടടക്കം ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പം നമ്മൾ തൽക്കാലം നമുക്ക് വീടില്ല. ഈ വീട് ആയാലേ നമുക്ക് ഇനി ഇവിടെ താമസിക്കാൻ കഴിയണം. ഇപ്പോൾ തൽക്കാലം ബന്ധു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയത് ഈ ലോണെല്ലാം എടുത്തിട്ടാണ്. പിന്നെ അമ്മക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടുണ്ട്. സുഖമില്ലാത്തൊരവസ്ഥയിലുള്ളത്. അപ്പം എല്ലാവരും ആകെ പേടിയിലാണ് ഉള്ളത്. അപ്പം അന്നേരം തന്നെ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. എല്ലാവരും വന്ന് നോക്കിയിന്. അതിന് നടപടി എടുക്കാൻ പറ്റി ഇതുവരെ ആയിട്ട് ഈ ഒരു കൊല്ലമാകാനായി ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ തറേൻ്റെ അടുത്ത് തന്നെ ഈ സംഭവം എത്തിയിട്ടുണ്ട്. അപ്പം അടുത്തൊരു മഴക്ക് എന്തായാലും പോകുന്ന ഉറപ്പാണ്. അങ്ങനത്തെ രീതിയിലുള്ള. അപ്പോൾ തൽക്കാലം നമ്മൾ സാധാരണ ഷീറ്റെല്ലാം കെട്ടിയിട്ടൊന്നും കാര്യമില്ല. എന്നാലും വെള്ളം അടിയിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അടക്കം അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബം ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് 10 വർഷം മുമ്പ് സങ്കേതത്തിന് ചുറ്റുമതിൽ പണിതത്. അതാണ് കഴിഞ്ഞ മഴയിൽ പൊട്ടിയത്. നിരവധി തവണ പരാതിയുമായി കൊളച്ചേരി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഈ കുടുംബം കയറിയിറങ്ങി. പരാതിയുമായി ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. ജനപ്രതിനിധികളും മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇവർക്ക് മുന്നിൽ. മതിൽ ഭദ്രമായി കെട്ടാതെ ഈ വീട് പൂർത്തീകരിക്കാനാകില്ല. അധികൃതർ വന്നു നോക്കി പോകുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പൊതുപ്രവർത്തകൻ നൌഷാദ് ചേലേരി. അധികൃതർ പലതവണ വന്നു നോക്കിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പായിട്ട് ഇത് കെട്ടി ഭദ്രമാക്കി ഈ കുടുംബത്തിന് താമസിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അടുത്ത മഴയിൽ ഉറപ്പായും നമ്മൾ ജൂണിൽ ആരംഭിക്കുന്ന കാലവർഷത്തിൽ തീർച്ചയായും ഈ വീട് ഇടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും അടുത്താണ് ഇത് പൊളിഞ്ഞു കിടക്കുന്നത്. അവർ പലതവണ വന്ന് നോക്കി ചെയ്യാം എന്ന് പറയുകയും ആളുകളായി സംസാരിക്കുകയും പല പേപ്പറുകളും എഴുതിക്കൊണ്ടുമൊക്കെ ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ എടക്കാട് വികസന ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. ആ സമയത്തും പറഞ്ഞത് ഈ മഴക്കാലത്തിന് മുമ്പ് ഇത് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ മാർച്ച് പകുതിയായി ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഏത് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ മതിൽ കെട്ടുമെന്ന ആശയക്കുഴപ്പത്തിലാണ് അധികൃതർ. MP ഫണ്ടിൽ ഉൾപ്പെടുത്താനാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾ ഇതിനിടയ്ക്ക് ബ്ലോക്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് MP ഫണ്ടിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് നമുക്ക് വലിയ വിശ്വാസം ഉറപ്പൊന്നുമില്ല. ഇനി വെച്ചായി വരുമ്പോൾ ഈ കാലവർഷം എല്ലാം തുടങ്ങുമല്ലോ. കാലവർഷം തുടങ്ങിയാൽ പിന്നെ ഇതിവിടെ നിൽക്കൂല. ഇത് വിറ്റയ്ക്ക് അടുത്തെത്തി പൊട്ട് അങ്ങനെ ഇതിൻ്റെ അവസ്ഥയുള്ളത്. മാത്രമേ ഈ വീട് മാത്രമല്ല, കോളനിയിൽ 3-4 വീട് വേറെയും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്.
ഇതിലുള്ള അപേക്ഷ നമ്മൾ വില്ലേജ് ഓഫീസിലും പിന്നെ ഇവിടെ കൊളശ്ശേരി പഞ്ചായത്ത് ഓഫീസിലും ബ്ലോക്കിലെല്ലാം കൊടുത്തതാണ്. ആരും അതിന് വീണ്ടും നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മഴ ശക്തമായാൽ ഈ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ വീടിന്റെ മുറ്റത്തുവരെ വിണ്ടുകീറി കിടക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളം പതിക്കുന്നതോടെ മണ്ണ് പൂർണ്ണമായും നീങ്ങും. മതിൽ കെട്ടി ഉറപ്പിച്ചില്ലെങ്കിൽ തകരാൻ പോകുന്നത് സുശീലയുടെ സ്വപ്നം മാത്രമല്ല, സർക്കാർ ലൈഫ് പദ്ധതി വഴി മുടക്കിയ ലക്ഷങ്ങൾ കൂടിയാണ്. ഒപ്പം കുടുംബം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത പണവും. ഒരു സാങ്കേതികത്വവും പറഞ്ഞു നിൽക്കാൻ ഇനി സമയമില്ല. 2 മാസം കഴിഞ്ഞാൽ മഴയാണ്. ഈ ചുറ്റുമതിൽ കെട്ടിയില്ലെങ്കിൽ സുശീലയുടെ വീട് തകരുമെന്ന് ഉറപ്പ്. അതിന് ഉത്തരവാദി ഈ കുടുംബമായിരിക്കില്ല. സാങ്കേതികത്വം പറഞ്ഞ് ഈ ഫയൽ ചുവപ്പ് നാടയിലാക്കിയ ഉദ്യോഗസ്ഥരായിരിക്കും. ചേലേരിയിൽ നിന്നും മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.